PL ആണ്, 2 PL എടുത്ത് ഞാൻ എന്തായാലും 10 PL ഉണ്ട്. 6 മാസം കംപ്ലീറ്റ് ചെയ്തോണ്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞില്ലേ 10 PL ഉണ്ട്. ഇതൊന്നും വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ എക്സ്പയർ ആയിട്ട് കിടന്നിരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ 2 ലൈസൻസ് എടുത്തു. വെള്ളി ശനി ഞായറാഴ്ച ലീവ് ഓൾറെഡി ഓഫാണ്. പിന്നെ ഇനി തിങ്കളാഴ്ച പോയാൽ മതി. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ, പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വർക്ക് കൾച്ചർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റേ ജാപ്പനീസ് കൾച്ചർ പിന്നെ ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയുള്ളത് 8 മന്തിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളും. അപ്പോൾ ഇനി കൂടുതലായിട്ട് എന്തായാലും ജോലിക്കാണല്ലോ വന്നത്, അപ്പോൾ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിച്ചത്. സോ നമുക്ക് ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ നോക്കാം. നമുക്ക് സത്യം പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയില്ല, 4 വീലർ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അഭിമാനിച്ചതും ജപ്പാനിൽ വന്നിട്ടുണ്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ IDP എടുത്തിട്ട് വന്നിരുന്നുണ്ടെങ്കിൽ, ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 100-110 കിലോമീറ്റർ വണ്ടിയും കൂടി ഓടിക്കേണ്ടി വന്നേനെ. സോ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യം ഇവിടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ. കാരണം വണ്ടി ഓടിക്കുന്ന സീനാണ്. ഒന്നാമത് ഓട്ടോമാറ്റിക് ആണ്, പിന്നെ ഒരു 200 മീറ്റർ കൂടുമ്പോഴും സിഗ്നലാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ സിറ്റിയിലുള്ള ടൗണിനുള്ളിൽ കയറി കഴിഞ്ഞാൽ മൂട്ടിൽ സിഗ്നലാണ്. ഇവർക്ക് പിന്നെ ക്ഷമയൊക്കെ ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുന്നതുകൊണ്ടും ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വിട്ടുകൊണ്ട് ഇവർക്ക് കുഴപ്പമില്ല, കിടന്നോളൂ. എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവർ സിഗ്നലിൽ കിടന്നോളൂ, ഒരു പ്രശ്നമില്ല. മേ ബി എക്സ്പ്രസ് വേയിലേക്ക് കയറി കഴിഞ്ഞാൽ കട്ട ബ്ലോക്കായിരിക്കും. പക്ഷെ ഒരാൾ പോലും ആ ലൈൻ തെറ്റിച്ച് കയറി പോകാനോ വഴിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. ഭയങ്കര ക്ഷമയാണ്. അതൊന്നും നമുക്കില്ല. എനിക്കൊക്കെ പുറകിലിരുന്നിട്ട് ഈ ബ്ലോക്കിൽ കിടക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് പൊളിയും. അറിയാലോ, നമ്മുടെ ഒന്നാമത് പണി കഴിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. 5 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. 5, 5:30, 6 മണി എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ എക്സ്പ്രസ് വേ കയറി കഴിഞ്ഞാൽ പിന്നെ പറക്കലാണ്ട. 100, 110, 120 വണ്ടി പോകാറ്. അതിനാണ് എക്സ്പ്രസ് വേ, അല്ലാണ്ട് ചുമ്മാ റോഡ് പണിതിട്ട് അതിൽ സ്പീഡിൽ പോകാൻ. ഇപ്പോൾ SSWയിൽ കുറച്ച് ചേട്ടന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. അവർ കൺസ്ട്രക്ഷനിലാണ് വന്നേക്കുന്നത്, സ്പെസിഫിക് സ്കിൽഡ് വർക്കർ. അതിൻ്റെ എക്സാമൊക്കെ എഴുതിയിട്ട് അവർക്ക് വലിയ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും വലിയ സീനില്ല. പിന്നെ മേ ബി അവർക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാവൽ അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കമ്പനിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ മൺഡേ ടു ഫ്രൈഡേ ഒക്കെ വർക്ക് കിട്ടുകയാണെങ്കിൽ അതും വലിയ കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് പോകും. കുറേ ഇതുണ്ട്, എന്താ പറയുക, കുറേ പഴയ ചിന്താഗതികളുണ്ട് ഇത്രയ്ക്ക് ഡെവലപ്ഡ് ആയിട്ടും. അതിൽ ഒന്നാണ്, നിങ്ങൾ ചിലപ്പോൾ വ്ളോഗിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയിലോ കണ്ടിട്ടുണ്ടാവും, ബോസ് പോകുന്നതിന് മുന്നേ വീട്ടിൽ പോകുന്നത് എന്തോ വലിയ ഒരു പാടില്ല, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്നാണ് ഇവരുടെ തന്നെ ഒരു ചിന്താഗതി. കാരണം ഞങ്ങളുടെ ബോസ് നീ പോവരുത് അങ്ങനെ പറഞ്ഞതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കമ്പനി വന്നാലും ബോസ് അവിടെ, മുതലാളി അവിടെ ഉണ്ടെങ്കിൽ ഇവർ വീട്ടിൽ പോകത്തില്ല. അങ്ങനത്തെ മേ ബി ഓഫീസ് വർക്കിലൊക്കെ ഇങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് പഠിച്ച സമയത്തൊക്കെ. അപ്പം നമ്മൾ ബോസ് പോകണം അല്ലെങ്കിൽ നമ്മുടെ HOD അല്ലെങ്കിൽ നമ്മുടെ ബോസ് പോകണതിന് മുമ്പേ പറയാനൊരു ഡയലോഗൊക്കെ ഉണ്ട്. ഓ സക്കിനി സിറ്റുറേഷമസ്, സോറി ഞാൻ ആദ്യമേ പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഓ സക്കിനി സിറ്റുറേഷമസ്, ഞാൻ ആദ്യം പോകുന്നു. സോ അങ്ങനത്തെ കുറച്ച് ചിന്താഗതികളുണ്ട്. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടതാണ്. പക്ഷെ എനിക്ക് ഏകദേശം ഒരു 4 ടീച്ചർമാരുണ്ടായിരുന്നു. അത് ജപ്പാൻ്റെ പല സ്ഥലത്തുനിന്ന്, ഹൊക്കൈഡോ എന്നുള്ള ഒരാളുണ്ടായിരുന്നു, ഓസക്കയിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു, പിന്നെ ക്യോട്ടോ, ഒക്കിനാവ, അങ്ങനെ പല സ്ഥലത്ത് നിന്ന് വന്നുകൊണ്ട് എല്ലായിടത്തും ഇവരുടെ ഡയലക്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അങ്ങനത്തെ കുറച്ച് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു, എന്താ പറയുക, ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ട് ഇവർ ഒരാളുടെ ക്യാരക്ടർ അങ്ങോട്ട് ജഡ്ജ് ചെയ്ത് കളയും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് A ആണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. A ആണ് പെർഫെക്റ്റ് ബ്ലഡ് ഗ്രൂപ്പ്. A ഉള്ളവർ നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും. B സെൽഫിഷ് ആണ്, എന്താ പറയുക, അവരുടെ കാര്യം മാത്രം നോക്കും. അങ്ങനത്തെ ചില പഴഞ്ചൻ ചിന്താഗതികളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്കങ്ങനെ അത് ബേസ് ചെയ്ത് ഞാൻ B ഗ്രൂപ്പാണ് കേട്ടോ. എനിക്കങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അത് അടുത്തത്. പിന്നെ ഒരിക്കലും നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എപ്പോഴും തെറ്റിക്കും. അപ്പോൾ പണി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ ഒരു വട്ടം ഞാനവന് പറഞ്ഞു കൊടുത്താണ് അങ്ങനെ ഒരു ചിന്തിക്കുള്ളൂ. 2ാം വട്ടത്തോട് നിങ്ങൾ അങ്ങോട്ട് ചെയ്തോണം. ഒരു 2 മാസം കഴിഞ്ഞാൽ നിങ്ങൾ 10 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളതിനെ പോലെ അങ്ങോട്ട് പണിയെടുത്തോളൂ. അങ്ങനത്തെ ഒരു ചിന്താഗതികളുണ്ട്. പിന്നെ നുണ പറയരുത്, ഒരിക്കലും നുണ പറയാണ്ടിരിക്കുക. ഇങ്ങോട്ട് വരുന്നവരൊക്കെ ആണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും ജോലിയിലാണെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ചാടിക്കറി കാലം കൊണ്ട് പിടിച്ചിരിക്കുക, സമ്മതിക്കുക,
തെറ്റുപറ്റിപ്പോയി, ഇങ്ങനെ വള്ളി ഒപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഇതിൽ നമ്മൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ശരിയാക്കി വെക്കാൻ പിടിക്കപ്പെടുന്ന പറയാം. ഓണയൊക്കെ പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ നിങ്ങളെ വിശ്വസിക്കില്ല. ഓൾറെഡി ഇവർക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ഫോറിനേഴ്സ് എല്ലാവരും നുണ പറയും, ഇവർ നുണ പറയത്തില്ലെന്ന്. പക്ഷെ നുണ പറയുന്ന ജപ്പാൻകാരുണ്ട് കേട്ടോ. നുണ പറയുന്ന ഉടായ്പകളും ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. പക്ഷെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. അങ്ങനത്തെ ചില സീനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു കാര്യം. പിന്നെ ഇവര് എന്താ പറയാ, ആർക്കും പൊതുവെ ഇത്ര ദൂരം പോകുന്നതിന് താല്പര്യമില്ല പണിയെടുക്കാൻ. ഇവന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് കഷ്ടമാണല്ലേ, നമുക്കിതിന് പൈസ ഇല്ല, ഇത്ര ദൂരം പോകും, നമ്മൾ ഇത്ര പണിയെടുക്കുന്നു. പക്ഷെ ഇതൊന്നും അവര് എസ്കലേറ്റ് ചെയ്യത്തില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവരെ കൾച്ചറിന്റെ ഭാഗമാണ്. ഇവരെപ്പോഴും ആ റൂള് ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ കമ്പനിയുടെ റൂള് ഫോളോ ചെയ്ത് പോകും. ഇതൊന്നും അവരെ എസ്കലേറ്റ് ചെയ്യേ നമ്മുടെ നാട്ടിലെ പോലെ പറ്റത്തില്ല കേട്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് വേറെ പേയ്മെന്റ് തരണം, അങ്ങനെയൊന്നും ഇവർ പറയത്തില്ല. ഇവർ ജസ്റ്റ് മിണ്ടാണ്ട് ഇതൊക്കെ സഹിച്ച് പണിക്ക് പോയി. അതാണ് ഇവരുടെ ഒരു ഇത്, അതാണ് ഇവരുടെ കൾച്ചർ. അതിങ്ങനെ ഫോളോ ചെയ്ത് റൂള് ഫോളോ ചെയ്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ഫോളോ ചെയ്ത് അങ്ങോട്ട് പോകും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഏകദേശം 2022 2500 യെനിന്റെ അടുത്തായിരുന്നു അരിയുടെ വില 5 കിലോ കേട്ടോ. ഇപ്പൊ അത് ഏകദേശം ഡബിളായി 5000 കിലോയുടെ അടുത്തായി. അല്ല, 5000 രൂപയായി 5 കിലോ എടുത്ത്. 5000 രൂപയല്ല, 5000 yen, 4 ചില്ലറയൊക്കെ വരും ടാക്സ് അടക്കം. എന്നാലും ഇവർ കംപ്ലൈന്റ് ചെയ്യേ, ഏതെങ്കിലും ഒരു ജപ്പാൻകാരെ എവിടെയെങ്കിലും റോഡിലിറങ്ങി പ്രതിഷേധിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സമരം ചെയ്ത് നിങ്ങൾ കണ്ടിട്ട്? ഇവർ ചെയ്യത്തില്ല. ഉള്ളിലുള്ളത് ഉണ്ടെങ്കിലും ഇവരത് എക്സ്പ്രസ് ചെയ്യത്തില്ല, പുറത്ത് കാണിക്കത്തില്ല, പ്രതികരിക്കത്തില്ല. അതങ്ങനെ മിണ്ടാണ്ട് ഫോളോ ചെയ്യും. നമുക്ക് ഓവർ ടൈം ചെയ്ത് ജീവിക്കണം, ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കും. സോ പിന്നെ ഇപ്പോ ഇവരുടെ ഇത്രയും ഒരു എക്സ്ട്രീം വർക്കോളിക് ആയിട്ട് ഇവിടെ ഇപ്പോ ആര് കല്യാണം കഴിക്കുന്നില്ല, പിള്ളേരുണ്ടാവുന്നില്ല, പോപ്പുലേഷൻ ഡിക്ലൈനായി പണ്ടറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സ്റ്റഡി പ്രകാരം ഇപ്പത്തെ പോലെ പോവാണെങ്കിൽ അടുത്ത 500 കൊല്ലത്തിനുള്ളിൽ ട്രൂ ജാപ്പനീസ് എന്ന് പറഞ്ഞൊരു ബ്ലഡ് ഉണ്ടാവില്ല. ഇതിലെല്ലാം മിക്സ് ആയിരിക്കും. ഹാഫ് പറയുന്നുണ്ട് ഇവിടെ, വേറെ ഫോറിനേഴ്സ് വന്നിട്ട് ഹാഫ്, ഒന്നെങ്കിൽ മദർ ജാപ്പനീസ് ആയിരിക്കും, ഫാദർ വേറെ ഏതെങ്കിലും നാഷണാലിറ്റി, ഇല്ലെങ്കിൽ തിരിച്ച്, അതുപോലത്തെ കുറേ പേരുണ്ടാവും. അതല്ലാണ്ട് ഇവിടുത്തെ ട്രൂ ബ്ലഡ് ഇല്ല. ഒന്നാമത് ഭയങ്കര എക്സ്പെൻസ് ആണ് ഇവിടെ പിള്ളേരെ വളർത്തിക്കൊണ്ട് വരാന്നുള്ളത്, സ്കൂളിങ് കാര്യങ്ങൾ. പിന്നെ ഇവർക്ക് പണിയെടുക്കാൻ തന്നെ നേരമില്ല, അതിൻ്റെ ഇടയ്ക്ക് എവിടെ കല്യാണം കഴിക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ടോക്കിയോയില് ഗവൺമെന്റ് കമ്പനീസ് ഒക്കെ ഓൾമോസ്റ്റ് 4 days വർക്ക് കൾച്ചർ ആക്കി, പ്രൈവറ്റും ഇങ്ങനെ ആക്കിക്കൊണ്ട് വരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 4 ദിവസം നോർമൽ ഇതിൽ പണിയെടുക്കും, ബാക്കിയുള്ള 2 ദിവസം തന്നെ ഇവര് എന്താ പറയാ OT ആണല്ലോ റൂള് പ്രകാരം. അതായത് 4 ദിവസം പണിയെടുക്കാം ലീഗലി, അതിൽ കൂടുതൽ പണിയെടുത്ത് OT, അപ്പോൾ അവർ OT എടുക്കും, അവർ പണിയെടുക്കും. പിന്നെ എൻ്റെ കമ്പനിയിലുള്ള ഭയങ്കര വിചിത്രമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ, എൻ്റെ കമ്പനിയിലുള്ള ഒരുവിധം എല്ലാവരും പെണ്ണ് കെട്ടിയവരാണ് കേട്ടോ. ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നി. പിന്നെ കെട്ടാത്തവനാണെങ്കിലും ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ പെണ്ണ് കിട്ടുക പറഞ്ഞാൽ അത്ര ഒരു മിറാക്കിളാണ് അല്ലേ. ഇന്നത്തെ കാലത്ത് ജപ്പാനിലൊരു പെണ്ണ് കിട്ടുക പറഞ്ഞാൽ അത്രയ്ക്കും വലിയ സംഭവമാണത്. അതില് എൻ്റെ ആശാൻ എന്നെ പണി പഠിപ്പിച്ചിരുന്ന പുള്ളിക്ക് 29 വയസ്സിൽ 3 പിള്ളേരായി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാജ്യസ്നേഹിയാണ് എൻ്റെ ആശാൻ. 3 പിള്ളേരായി പുള്ളിക്ക്. സോ എല്ലാവരും കെട്ടിയിട്ടുണ്ട്. അതെനിക്ക് വല്ലാത്തൊരു വിചിത്രമായ സംഭവമായിട്ട് തോന്നി. പക്ഷെ എത്ര ലേറ്റ് ആയാലും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഒരുത്തൻ്റെ ഭാര്യ ഒരുത്തൻ്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചിട്ട് എന്തായി മനുഷ്യ വീട്ടിൽ വരെ നേരമായില്ല അങ്ങനെ ചോദിക്കത്തില്ല കേട്ടോ. ഇതുവരെ ഒരു കോള് വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇവരൊക്കെ വിളിക്കണത് ഒന്നെങ്കിൽ ബോർഡ് കൊണ്ടുവരാൻ വരുന്ന ട്രക്ക് ഓടിക്കണ ചേട്ടൻ, അല്ലെങ്കിൽ റോസ്റ്റർ അടുത്ത ഒരു ആഴ്ചത്തെ പണി നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാന്ന് ചോദിച്ചിട്ട് കമ്പനിയിൽ വേറെ ആരെങ്കിലും വിളിക്കും. എങ്ങനെ നീ അവിടെ പോകും, ഞാനിവിടെ പോകും, ആ സൈറ്റിൽ നീ പോകും, ഇല്ലെങ്കിൽ മുതലാളി വിളിക്കും പണി എന്തായെന്ന് അറിയാം. അതല്ലാണ്ട് വേറെ നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ എവിടെ പോയി കിടക്കാണ് മനുഷ്യ, അന്നുകൂടെ താങ്കൾക്ക് വീട്ടിൽ കയറാറായില്ലേ അങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കില്ലേ. ഇവിടെ അങ്ങനെ ഒറ്റ വിളിക്കില്ല, പണിക്കാണ് പോയിരിക്കുന്നത്, പണിയെടുക്കാൻ ക്ഷീണിച്ചായിരിക്കും വരുന്നത്. ആ ഒരു ചിന്താഗതിയാണ് ഇവിടുത്തെ ഭാര്യമാർക്ക് തോന്നുന്നത്. അങ്ങനെ പണിയെടുക്കണം, ആവശ്യത്തിന് മാത്രം പണിയെടുക്കണം, ഇവരെ പോലെ പണിയെടുക്കരുത്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് പുറം ലോകമായിട്ട് അത്ര വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഇവരിവിടെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആണെങ്കിലും ഫേസ്ബുക്ക് ഒന്നും ഇവർ അത്ര ഉപയോഗിക്കത്തില്ല. വളരെ ചുരുക്കം വരെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഇൻസ്റ്റാഗ്രാം പിന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ നമ്മൾ വേറെ കൾച്ചറിൽ വേറെ രാജ്യത്തിനെ കുറിച്ച് നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് അറിയാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിലേക്ക് തന്നെ വരും. അത് നമ്മുടെ ഒരു ഇതാണ്. ഇവരുടെ രാജ്യത്തെ കാര്യങ്ങൾ മാത്രം അല്ലേ, ഇവർ കാണുന്ന റീലായാലും എല്ലാം ഇവരുടെ രാജ്യത്ത്. ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, നല്ലൊരു ശതമാനം 93% ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പം ഇവരുടെ രാജ്യം, ഇവരുടെ കൾച്ചർ, ഇവരത് മാത്രം, അതിലേക്ക് മാത്രമാണ് ഇവർ എക്സ്പോസ് ചെയ്തേക്കുന്നത്. ഇത്രയും പവർഫുള്ളായ പാസ്പോർട്ടായിട്ട്
ആകെ 20% താഴെ ആൾക്കാരിൽ മാത്രമേ പാസ്പോർട്ടുള്ളൂ. ഇവരുടെ ലൈഫിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പണിയെടുക്കലാണ് നല്ലൊരു ശതമാനത്തിൻ്റെ. പിന്നെ എൻ്റെ കമ്പനിയിൽ മാത്രമുള്ള ഒരു വിചിത്രമായ ഷിഫ്റ്റാണ് ഹിരു യോരു. ഹിരു എന്ന് പറഞ്ഞാൽ ഉച്ച പകൽ എന്നൊക്കെ ഉണ്ട് അർത്ഥം. യോരു എന്ന് പറഞ്ഞാൽ നൈറ്റ്. അതായത് രാവിലെ പണിയെടുക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് പണിയെടുക്കുന്നു, ഭാഗ്യമുണ്ടെങ്കിൽ നാളെ രാവിലെ കൂടി പണിയെടുക്കുന്നു. അത് എന്നെ ഒരിക്കൽ വിളിച്ചിട്ട് എനിക്ക് നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം ഓഫായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയി ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. അതായത് രാവിലെ 6:30 പോയി 110 കിലോമീറ്റർ പോയി അവിടെ പോയി പണിയെടുത്ത് 5:30 അവിടെ നിന്ന് കഴിഞ്ഞ് കയറി 110 കിലോമീറ്റർ തിരിച്ച് ഒരു 8 മണിയാകുമ്പോൾ ഇവിടെ എത്തി, വേഗം വന്ന് കുളിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് 8:40 വീണ്ടും പോയി നൈറ്റ്. എന്നിട്ട് ഒരു 9:30 തുടങ്ങി, എന്നിട്ട് രാവിലെ ഒരു 6 മണിയായപ്പോൾ കഴിഞ്ഞു, ഒരു 7:30 ആയപ്പോഴത്തേനും തിരിച്ചെത്തി. സോ ഇതൊക്കെ സ്വാഭാവികം ഉണ്ടാവും. ഇതൊക്കെ ഭയങ്കര ആത്മാർത്ഥതയുടെ ഇതായിട്ടാണ് ഇവർ കാണുന്നത്. ഇവരുടെ ആത്മാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ടൈം പണിയെടുക്കുക, മേ ബി ഇപ്പോൾ ഒരു 6 മണിക്കാണ് പണിക്ക് പോകേണ്ടത്, ഒരു 6:30 പോകേണ്ടതെങ്കിൽ ഒരു 6:15 എത്തുക, തലേ ദിവസം എല്ലാം ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വീണ്ടും ചെക്ക് ചെയ്യുക. ഞാനൊക്കെയാണ് ഏറ്റവും ലാസ്റ്റ് പോകുന്നത്. അതായത് പറഞ്ഞ സമയത്തിന് ഒരു 5 മിനിറ്റിൽ 3 മിനിറ്റ് മുന്നെയാണ് ഞാൻ പോകാറ്. എന്നിട്ട് ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ്. ഞാൻ പോകുമ്പോഴത്തേന് ഇവർ വണ്ടിയൊക്കെ ഇറങ്ങി പുറത്തിട്ട് കമ്പനിയൊക്കെ അടച്ച് വണ്ടിക്കകത്ത് സെറ്റായിരിക്കുന്നുണ്ടാവും. അതൊക്കെ മതി. അതായത് നമ്മുടെ ആത്മാർത്ഥത പറഞ്ഞാൽ പണിയെടുക്കുക, ആവശ്യത്തിന് മാത്രം പണിയെടുക്കുക, 8 മണിക്കൂർ ആത്മാർത്ഥമായി പണിയെടുക്കുക. അതിൽ കൂടുതൽ പണിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇവരെന്തായാലും ഏറ്റവും കുറഞ്ഞത് 80 വയസ്സ് വരെ ജീവിക്കും. ഇവരൊരു 60 വയസ്സിൽ റിട്ടയർ ചെയ്താലും പിന്നെ അവർക്ക് 20 കൊല്ലമുണ്ട്. ഒരു ശരാശരി ഇന്ത്യക്കാരനായി ഞാൻ 60 വയസ്സിന് മുമ്പ് തട്ടിപ്പോകും. ഏവറേജ് നമ്മുടെ ലൈഫ് സ്പെൻ. അതിൽ ഇവരെ പോലെ പണിയെടുത്ത് കഴിഞ്ഞാൽ അതിന് മുന്നേ പുകയായി പോകും. സോ ആവശ്യത്തിന് പണിയെടുക്കുക. ആരോട് ഞാൻ പണിയെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, കള്ളപ്പണി ചെയ്യാനും പറഞ്ഞിട്ടില്ല. ആവശ്യത്തിന് പണിയെടുക്കുക. ഇപ്പം എന്നെ ജാപ്പനീസ് പഠിപ്പിച്ച ടീച്ചറാണെങ്കിലും അത്യാവശ്യം ലോകം കണ്ടവരൊക്കെ പറയും, അവിടെ ഞങ്ങൾ ജപ്പാൻകാർ കുറച്ച് കൂടുതലാണ്, ഓവർ വർക്കിംഗ് ആണ്, നിങ്ങൾ ജപ്പാനിലാണ് ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരിക്കലും ഞങ്ങളെപ്പോലെ പണിയെടുക്കരുത്. അത് ശരിക്കും എന്നോട് പറഞ്ഞിട്ടുള്ളവരുണ്ടാവും. അതായത് ലോകം കണ്ട ജപ്പാൻകാരുണ്ടാവും, വേറെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്, ലോകം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കുറേ ജപ്പാൻകാരുണ്ടാവും. അവർക്കറിയാം. അപ്പോൾ അവർ ഓപ്പണായിട്ട് പറയും. തന്നെ എന്നെ ജാപ്പനീസ് പഠിപ്പിച്ചിട്ട് ഓക്കെ ഉള്ള ഒരു ടീച്ചറാണ്, ചെന്നൈയിൽ ജാപ്പനീസ് പഠിപ്പിച്ച്. പിന്നെ 1 മാസം നമ്മൾ സ്കൂളിൽ പഠിച്ചല്ലോ, അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി കാനഡയിൽ ഗ്രാജുവേറ്റ് ചെയ്തിട്ട് അങ്ങനെ പുറത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഒരു അമ്മച്ചി ഉണ്ട്, ഒരു 76 വയസ്സുള്ള ഒരു അമ്മച്ചി. ഇവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തി എന്നോട് പറയാം, ഇവിടെ ഇന്ന പരിപാടി ഉണ്ട്, നീ വരുന്നോ. പുള്ളിക്കാരത്തിൻ്റെ ഫ്രീ ടിക്കറ്റ് ഒക്കെ ഉണ്ടാവും. അത്യാവശ്യം കോൺടാക്റ്റുള്ള പുള്ളിക്കാരത്തിയാണ്. പുള്ളിക്കാരത്തിയും പുറത്തൊക്കെ വർക്ക് ചെയ്തിട്ടില്ല. പുള്ളിക്കാരത്തിയും പറയും ഇങ്ങനെ, ഇതൊക്കെയാണ് സംഭവം, നോക്കി കണ്ടൊക്കെ പണിയെടുക്കാന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഇവരുടെ വർക്ക് കൾച്ചർ ആൻഡ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. സോ ഇത്രയൊക്കെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സംഭവം അടിപൊളി കൺട്രിയാണ്, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കിഡിലൻ കൺട്രിയാണ്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഞാനിപ്പോൾ ഉള്ള പോലത്തെ കമ്പനി വന്ന് പെടുവാണെങ്കിൽ നിങ്ങൾക്ക് പണിയെടുക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും വരാണ്ടിരിക്കുക. ഓക്കെ, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നിലും മാക്സിമം ഒഴിവാക്കുക. കാരണം ഏറ്റവും കൂടുതൽ അത് വേക്കൻസി ഉള്ളത് കൺസ്ട്രക്ഷനിലാണ്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി, ഇതാണ് ഞാൻ കിട്ടിയ പോയിന്റൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയാനുള്ളത്. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ഹയറിങ് നടക്കാൻ പോണ അടുത്തൊരു ഇൻഡസ്ട്രിയാണ് SSW ഡ്രൈവിംഗ്. ഡ്രൈവേഴ്സിന് പണ്ടറ വേക്കൻസിയാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ത്യയിലെ എക്സാം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. വിയറ്റ്നാമിൽ നിന്നൊക്കെ മാരക ഹയറിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇപ്പോൾ, എന്താ പറയുക, മലയാളിയാണ്. ഇവിടെ നിന്നൊരു ഞങ്ങൾ സെയിം ഒത്സൂല തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചൊരു 10-20 മിനിറ്റ് ഉള്ളൂ ഇവിടെ നിന്ന്. ഒത്സൂലാണ് പുള്ളിക്കാരൻ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ കളക്ഷൻ്റെ പരിപാടിയാണ് കേട്ടോ, മെയിൽ കളക്ഷൻ്റെ പരിപാടിയാണ്. രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, പോസ്റ്റ് ഓഫീസുകാർ ഡെലിവറിയും പിക്കപ്പും ഒന്നും ഡയറക്റ്റായിട്ട് ചെയ്യുന്നില്ല, അവർ ഫ്രാഞ്ചൈസി കൊടുത്തിരിക്കുകയാണ് വേറെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി. അപ്പോൾ ഇവരുടെ കമ്പനിയാണ്, എന്താ പറയുക, ഇവരുടെ കമ്പനിയാണ് ഇത് പിക്കപ്പ് കളക്ഷൻ ചെയ്യുന്നത് ഇവരുടെ കമ്പനിയാണ്. ജപ്പാനിൽ ഓൾമോസ്റ്റ് കുറേ ഏരിയ ഇവർ ഫ്രാഞ്ചൈസ് എടുത്തിട്ടുണ്ട്. സോ പുള്ളിയുടെ ഒരു ദിവസത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ
രാവിലെ ഒരു 7:40 ആകുമ്പോഴത്തേനും ഇവരുടെ കമ്പനി പോകണം. ഇവരുടെ കമ്പനി പോയിട്ട് ജുംബി എന്ന് പറയും. ജുൻബി എന്ന് പറഞ്ഞാൽ തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻ എന്ന് പറയും. പണിക്കുള്ള തയ്യാറെടുപ്പുകളാണ്. അതൊരു 20 മിനിറ്റ് കൊണ്ട് തീരും. എന്നാൽ ഒന്നുമില്ല, പോയി ചാവി മേടിക്കുക, പിന്നെ ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുക്കുക, എന്നിട്ട് പോയിട്ട് വണ്ടി പോയിരിക്കുക. എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് എന്താ പറയുക, മെയിൻ നമ്മുടെ വർക്ക് സൈറ്റ് ഉണ്ടല്ലോ, ജുംബി കഴിഞ്ഞാൽ പിന്നെ ബ്രീഫിംഗ് ഉണ്ട് കേട്ടോ. ബ്രീഫിംഗ് എല്ലായിടത്തും ഉണ്ടാവും. ഇന്ന് അതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം, തേങ്ങ വാങ്ങുക, ലാസ്റ്റ് കമ്പറേ എന്ന് പറഞ്ഞാൽ ഡു യുവർ ബെസ്റ്റ് എന്നാണ് കേട്ടോ. അത് എല്ലാ പണിക്കും ഉണ്ടാവും. ബ്രീഫിംഗ് കഴിഞ്ഞിട്ട് കമ്പനി വെച്ചോ പണിയെടുക്കും, അതിന് ആത്മാർത്ഥമായി പണിയെടുക്കും എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് ഇവിടുന്ന് 7:40 വന്നു, പരിപാടികൾ കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോൾ വണ്ടി എടുത്ത് ഒരു 8:20 എത്തും. 8:20 പോസ്റ്റ് ഓഫീസ് എത്തി. പിന്നെ അവിടെ റെസ്റ്റാണ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ശരിക്കും 9 മണി 9:20 ആകുമ്പോഴാണ് പോസ്റ്റ് ഓഫീസിൽ പണി തുടങ്ങുന്നത്. എന്നിട്ട് 8:20 എത്തി. അവിടെ കുറച്ചു നേരം കാവലിരുന്ന് 9 മണിയാക്കി. ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവുക. അത്ര ബ്ലോക്ക് ഒന്നുമില്ല, 10 മിനിറ്റ് ഉള്ളൂ. പക്ഷെ ഇവര് ഒരിക്കലും ലേറ്റ് ആവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നേരത്തെ പോകും. വീണ്ടും 9 മണിക്ക് അവിടെ എത്തി. പിന്നെ അവിടെ പോയി അവിടെ നിന്ന് അറിയാലോ, ഇവരെ കുറച്ച് നമ്മുടെ എന്തൊക്കെയോ മെഷീനൊക്കെ ഉണ്ട്. ഒരു സ്മാർട്ട് ഫോൺ പോലത്തെ സാധനം ഉണ്ട്. കാരണം എല്ലായിടത്തും പഞ്ച് ചെയ്യണം, പിന്നെ പാർസൽ സ്കാൻ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണം. ഒരു ചെറിയ പ്രിന്ററുള്ള ഒരു ഡിവൈസ് ഉണ്ട് അത്. പിന്നെ അങ്ങനത്തെ അവിടെ കുറച്ച് ഡോക്യുമെന്റ്സ് മേടിച്ച് അവിടെ പഞ്ചിങ് ചെയ്ത് 9:20 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. എല്ലായിടത്തും മുക്കിൽ കൺവീനിയൻസ് സ്റ്റോറാണ്. എല്ലായിടത്തും പോയി എടുക്കണം. പിന്നെ പോസ്റ്റ് ഉണ്ടാവും, ജപ്പാൻ പോസ്റ്റിൻ്റെ, അത് അവിടെ നിന്ന് കളക്ട് ചെയ്യണം. ചില സമയത്ത് 40 കിലോ വരെയുള്ള കൊറിയറൊക്കെ ഉണ്ടാവും കേട്ടോ. സോ അതൊക്കെ എടുക്കണം. ഇതൊക്കെ ഒറ്റയ്ക്കാണ് കേട്ടോ. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു പുള്ളിയാണ്. ഒരു വണ്ടിയിൽ ഒരാളേ ഉള്ളൂ, ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇത് ഫുള്ള് കളക്ട് ചെയ്യണം, ഇവിടെ കൊണ്ട് അൺലോഡ് ചെയ്യണം. ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റൗണ്ട് പോകും. ഒരു 6 മണി ആകുമ്പോഴത്തേനും എല്ലാം തിരിച്ചുകൊണ്ട് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങും, പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങി. പിന്നെ തിരിച്ച് കമ്പനി പോയി വണ്ടി ഇട്ട് അവിടെ സാധനങ്ങൾ കൊടുത്ത് ഒരു 7-7:30 ആവും പുള്ളി എത്തുമ്പോൾ, എന്താ പറയുക, വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ. സോ നോക്കുകയാണെങ്കിൽ ഏകദേശം 12 മണിക്കൂറോളം ഇതിനു വേണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും വർക്കായിട്ട് കൊടുക്കുന്നത് 9 to 6 ഉള്ളൂ. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ് അവസ്ഥ. ഓൾമോസ്റ്റ് ഇപ്പോൾ എൻ്റെ അവസ്ഥയാണെങ്കിൽ ഇത് തന്നെ. ഡെയിലി 4 മണിക്കൂറൊക്കെയാണ് ട്രാവലിൽ പോണത്. കഴിഞ്ഞ 110 കിലോമീറ്റർ ആയിട്ട്. അതൊന്നും ഒരിക്കലും വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇതുപോലത്തെ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടൈം വേസ്റ്റ് ആണ്. പിന്നെ എനിക്ക് ശനിയാഴ്ച ഇറങ്ങുന്ന, പുള്ളിക്ക് ശനിയാഴ്ച ഇറക്കുന്നുണ്ട്, പണി തന്നെ. ഞായറാഴ്ച ഒരു ദിവസം ഓഫ്. സോ ഇതൊക്കെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഇവിടെ ആരും നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരത്തില്ല. ഇവിടെ മലയാളീസും ഉണ്ട് കൺസ്ട്രക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്നത്. നാട്ടിലൊന്നും ആരെങ്കിലും പറയുമോ എനിക്ക് കെട്ടിട പണിയാന്ന്? ആരും പറഞ്ഞു തരത്തില്ല. ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലുള്ള മലയാളീസും ഉണ്ട് ഇവിടെ. പക്ഷെ ആരും നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരത്തില്ല. എന്നേക്കാൾ മുമ്പ് വന്ന് കംപ്ലീറ്റ് ചെയ്ത് പോയവരുണ്ടാവും, അല്ലേ, മേ ബി ഡ്രോപ്പ് ചെയ്ത് പോയവരുണ്ടാവും. പക്ഷെ ഇതൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഇതാണ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇത്. ഞാനുള്ള എൻ്റെ ഇൻഡസ്ട്രി എനിക്കറിയാം, പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് പുള്ളിക്കാരനുള്ള ഇൻഡസ്ട്രി എനിക്കറിയാം. സോ ഇത് രണ്ടാണ് അവസ്ഥ. അടിപൊളി കൺട്രിയാണ്, നല്ല കമ്പനിയിൽ. ഇതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വരിക. ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയാനുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ കോൺട്രാക്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റിൽ തന്നെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കാൻഡിഡേറ്റ് പറയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സെലക്ട് ആയ പുള്ളി നിങ്ങൾ പറയാണ്, എന്താ പറയുക, എനിക്കൊരു റിട്ടേൺ ജോബ് ഡിസ്ക്രിപ്ഷൻ വേണം, എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, ട്രാവൽ എത്ര, അതൊക്കെ നിങ്ങളെ കമ്പനി, നിങ്ങളെ ഹയർ ചെയ്ത കമ്പനി അതൊക്കെ റിട്ടേൺ ആയിട്ട് എഴുതി തരാൻ ബാധ്യസ്ഥരാണ്. സോ ഇതൊക്കെ അറിഞ്ഞിട്ട് വരിക. പിന്നെ ഗോൾഡൻ വീക്ക്, ചെറി ബ്ലോസം, സമ്മർ ലീവ്, ഇതൊക്കെ ഒരാഴ്ച ഉള്ളൂ കേട്ടോ. പിന്നെ ഫുള്ള് പണിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല പണിയാണ്. ഇവരെ എക്സ്ട്രീമാണ്. അതേസമയം അടിപൊളി കൺട്രിയാണ്. ഞാൻ ഇതുവരെ നിർത്തി പോകാത്തതിന് കാരണം ഈ ഒരു ലൊക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി എനിക്ക് കവർ ചെയ്യാൻ കുറച്ചധികം സ്ഥലങ്ങളുണ്ട്. മേ ബി ഞാൻ ഇനി തിരിച്ച് എന്തായാലും ഡിസംബറോട് കൂടി ഞാൻ പരിപാടി നിർത്തുകയാണ് കേട്ടോ. ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്, എന്നെ കൊണ്ട് ഇത്ര സമയം കൊടുക്കാൻ പറ്റില്ല. സോ ഇനിയിപ്പോൾ ഓട്ടം വരുന്നുണ്ട്, ശരത്കാലം, നിങ്ങൾക്കറിയായിരിക്കും, എല്ലാം ചുമപ്പായിരിക്കും. മേപ്പിൾ ട്രീ ഒക്കെ ചുമപ്പായിട്ട് കിടിലാണ്. സക്കുറ തന്നെ എനിക്ക് മിസ്സായി. ഞങ്ങൾ വന്ന ടൈമിൽ കുറച്ച് പൈസയൊക്കെ അറിയാണ്ട് സ്പെൻഡ് ചെയ്ത്, പിന്നെ വന്ന ടൈമിൽ കുറച്ച് ഊറ്റിയൊക്കെ സീനായിരുന്നു. അതായത് ഏകദേശം ഒരു 80 കിലോമീറ്റർ സൈറ്റും ഉണ്ടായിരുന്നു, അല്ലാണ്ട്
8 മണി 9 മണി വരെയൊക്കെ നൈറ്റ് വർക്ക്, അത് കഴിഞ്ഞ് 1 മണിക്കൂർ ട്രാവൽ, 1.5 മണിക്കൂർ ട്രാവൽ, തിരിച്ചു വന്ന് വീണ്ടും രാവിലെ 6:15 പോകണം. കുറച്ച് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സക്കുറ ശരിക്കും മിസ്സായി. പക്ഷെ എന്തായാലും എനിക്ക് ഓട്ടം മിസ് ചെയ്യാൻ പറ്റത്തില്ല. ഓട്ടം കൂടി നമ്മൾ ഇനി ഒരു 3 മാസം ഓട്ടം കൂടി എക്സ്പ്ലോർ ചെയ്യുന്നു. ഇനിയിപ്പോൾ ക്യോത്തോയിൽ കുറച്ച് സ്ഥലം കൂടി കവർ ചെയ്യാനുണ്ട്. കാരണം ഇനിയിപ്പോൾ പോയി തിരിച്ചു വന്നാൽ ഇവിടെ തന്നെ വരണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. വേറെ എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല, വേറെ എന്ത് ജോലിക്ക് വരുമെന്ന് അറിയത്തില്ല. മേ ബി ഇനി വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഡിസംബറോട് കൂടി നിർത്താനുള്ള പരിപാടി, അല്ലെങ്കിൽ വെറുതെ ഞാൻ എൻ്റെ ലൈഫ് വെറുത്തു പോകും അല്ലേ. ഇവരെ സംബന്ധിച്ചിടത്തോളം പണിയാണ് ജീവിതം. ഇപ്പം എൻ്റെ കമ്പനിയിലൊരു പുള്ളിക്കാരനാണ്, 55 വയസ്സായി, വളരെ നല്ല മനുഷ്യനാണ്. പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഷിഗോത്ത് എന്ന് പറയും. ഷിഗോത്ത് എന്ന് പറഞ്ഞാൽ പണിയാണ് ജീവിതം. പുള്ളിയുടെ ഒരു മാസത്തെ OT മാത്രം എടുക്കുകയാണെങ്കിൽ അത് 100 മണിക്കൂർ കൂടുതലാണ്. അതിൽ എൻ്റെ ഒരു മാസത്തെ ലീഗൽ വർക്കിംഗ് അവേഴ്സ് ഞാൻ അവരെനിക്ക് പറഞ്ഞ പൈസ തരണമെങ്കിൽ ഞാൻ പണിയെടുക്കുകയാണെങ്കിൽ 170 മണിക്കൂറാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, ഓരോ കമ്പനിയുടെ റോളല്ലേ. 170 മണിക്കൂറാണ്. ഇതിൽ പുള്ളിയുടെ OT മാത്രം, ഓവർ ടൈം മാത്രം 100 മണിക്കൂറാണ്. അത്രയും വർക്കോളിക്കാണ് പുള്ളി. രാവിലെ വരുന്നു, മേ ബി 5 മണിക്ക് പണി നിർത്തിയിട്ട് വേഗം ടൂൾസ് മാറ്റി അടുത്ത ടൂൾസ് കയറ്റി വീണ്ടും തിരിച്ച് ഒരു 7 മണി ആകുമ്പോൾ വീണ്ടും പോയി നൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഈ ഇടയ്ക്ക് ഞാനൊരു വ്ളോഗ് കണ്ടിട്ടാ, ഒരു ഷോർട്സ് കണ്ടു. അതായത് ജപ്പാനിൽ ചെറിയ രീതിക്ക് വ്ളോഗേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവര് ഒരു അമ്മച്ചിയോട് ചോദിക്കുകയാണ്, എന്താണ് പണ്ടത്തെ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷനായിട്ട് എന്താണ് നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നു ചോദിച്ചപ്പോൾ അമ്മച്ചി പറയാണ്, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പണിയെടുക്കണം എന്നൊരു ഇതുമില്ല, എന്തെങ്കിലും ഒരു പണിയൊക്കെ ചെയ്തിട്ട് കിട്ടിയ ശമ്പളത്തിൽ അങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി. എൻ്റെ കാലത്ത് ഞാൻ 36 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുത്തിട്ടുണ്ട്, ഉറങ്ങാണ്ട് തേങ്ങ വാങ്ങുന്ന കുറഞ്ഞിട്ട്. സോ അതാണ് ഇവരുടെ ഒരു ചിന്താഗതി, പണിയെടുക്കണം, പണിയാണ് എക്സ്ട്രീം അങ്ങനെ. സോ പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മാനുഫാക്ചറിങ്ങിൽ വന്നിട്ടുണ്ട് കേട്ടോ. അവര് 2 മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആയിപ്പോൾ വന്നതാണ്. കമ്പാരിറ്റീവ്ലി മാനുഫാക്ചറിങ് ഭേദം ഞാൻ പറയും. കാരണം ഞാനിപ്പോൾ ഒരു കൺസ്ട്രക്ഷനിലെ അവസ്ഥയും പറഞ്ഞു, ഡ്രൈവിങ്ങിലെ അവസ്ഥയും പറഞ്ഞു. മാനുഫാക്ചറിങ് കമ്പാരിറ്റീവ്ലി ഭേദമാണ്. സാലറിയും കൂടുതലാണ്, അതുമാത്രമല്ല നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ടൈം കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താ പറയുക. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു 10-15 മിനിറ്റ് അപ്പുറത്താണ് താമസിക്കുന്നത് അവരുടെ ഫാക്ടറിയിൽ നിന്ന്. സോ 8 മണി to 5 നോർമൽ ഡേ ഷിഫ്റ്റ് ആണെങ്കിൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 7:30-7:45 പോയാൽ മതി. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് OT ഇല്ലെങ്കിൽ 5:15 തിരിച്ചു വരാം. ഇപ്പോൾ 2 മണിക്കൂർ OT ചെയ്താൽ 7:15 തിരിച്ചു വരാം. ആ സമയത്ത് ഞാൻ അപ്പോഴും ട്രാവലിലാണ് കേട്ടോ. ഞാൻ 6:30 പോയതാണ്. സോ നിങ്ങൾ കൊടുക്കുന്ന ടൈമിനുള്ള സംഭവങ്ങൾ കിട്ടും. പിന്നെ ഷിഫ്റ്റ് വൈസ് ആണ്, നൈറ്റ് ഉണ്ടാവും. നൈറ്റിനൊക്കെ 25% എക്സ്ട്രാ ആണ് കേട്ടോ. എന്താ പറയുക, OTയുടെ പൈസയാണ് നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. രാത്രി 10 മണി തൊട്ട് രാവിലെ 5 മണി വരെ നൈറ്റിൻ്റെ, അതാണ് നൈറ്റായിട്ട് കൂട്ടുന്നത്. അതിന് ചാർജസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് നാഷണൽ ഹോളിഡേ, അതുപോലത്തെ ഈ ഗോൾഡൻ വീക്ക്, സമ്മർ വെക്കേഷൻ, അതൊക്കെ കൃത്യമായിട്ട് കിട്ടും ഫാക്ടറി ആകുമ്പോൾ. ബൾക്കായിട്ട് എംപ്ലോയീസ് കുറേ ജാപ്പനീസ് ഉണ്ടാവും, കുറേ ഫോറിനേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഓഫൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ പാക്കേജും കൂടുതലാണ് കേട്ടോ. സാലറി അടിപൊളിയാണ്. പിന്നെ ഇത്രയും ട്രാവൽ ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. സോ മാനുഫാക്ചറിങ് ആണ് എൻ്റെ ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. അതായത് മാനുഫാക്ചറിങ് മാത്രമല്ല, അതായത് ഡെയിലി ഒരേ സ്ഥലം, അധികം ട്രാവൽ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയത് തന്നെ. പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ സെറ്റാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ നന്നായി പണിയെടുത്തോ, ശനി ഞായർ എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളി കൺട്രിയാണ്. മേ ബി കുറേ കാലം ജോലി, ഇവിടെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല, ജോലികൾ ഇഷ്ടം പോലെയാണ്. ഒരിക്കൽ എൻട്രി കിട്ടി. ഇപ്പോൾ TATP ഞാൻ വീണ്ടും പറയാണ്, 18 to 20 ഇല്ലെങ്കിൽ 21 അവർക്ക് മാത്രമേ സജസ്റ്റ് ചെയ്തുള്ളൂ. അതിൽ കൂടുതലുള്ളവർ ഒരിക്കലും TATP വരരുത്. ഡിഗ്രി ഉള്ളവരാണെങ്കിൽ N3 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിസ അതിന് അപ്ലൈ ചെയ്യാം. ഇഷ്ടംപോലെ വൈറ്റ് കോളർ ജോബ്സും ഉണ്ട്. പിന്നെ നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും എഞ്ചിനീയറിങ്ങോ IT ഒക്കെ പഠിച്ചവരാണെങ്കിൽ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നല്ല വൈറ്റ് കോളർ ജോബിലേക്കും കയറാം, വൈറ്റ് കോളർ ജോബ് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ. സോ നന്നായിട്ട് നോക്കിയും കൊണ്ടൊക്കെ വരിക. നാട്ടിൽ മൂഞ്ചി തെറ്റിയിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പണിക്ക് പോയാൽ മതി എന്നൊക്കെ തോന്നും. പക്ഷേ പിന്നീട് ഇവിടെ വന്നിട്ട്, പ്രത്യേകിച്ച് TATPയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 3 കൊല്ലം ചെയ്യുക, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തു പോകുക, അതേ ഓപ്ഷൻ ഉള്ളൂ. ഇത് സ്വന്തം എക്സ്പീരിയൻസ് പറയുകയാണ്. ഞാൻ വേറെ കുറേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. ലാസ്റ്റ് അവർ ചോദിക്കും, ഇപ്പോഴത്തെ വിസ എന്താ? ടെക്നിക്കൽ ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ വിളിക്കാട്ടെന്ന് പറഞ്ഞ് പോകും. പിന്നെ ഒരു അനക്കം ഉണ്ടാവില്ല. കാരണം ഒരു ജോബ് ട്രാൻസിഷൻ ഇമ്പോസിബിൾ ആണ്, നടക്കില്ല. റൂൾ പ്രകാരം നടക്കത്തില്ല. ഒന്നെങ്കിൽ 3 കൊല്ലം ചെയ്യുക, അല്ലെങ്കിൽ നിർത്തി പോവുക. വേറൊരു
പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇവിടെ വന്ന് ചാടാന്നൊക്കെ വിചാരിക്കുന്നത് വെറും തോന്നലാണ്. കാരണം ഇവരുടെ കൾച്ചർ അങ്ങനെയാണ്. ഒന്നെങ്കിൽ ഒരു ആയുഷ്കാലം മൊത്തം മിനിമം ഒരു 10 അല്ലെങ്കിൽ അവരൊരു കമ്പനിക്ക് വേണ്ടി പണിയെടുക്കും, അല്ലെങ്കിൽ ഒരു ആയുഷ്കാലം മൊത്തം ഒരു കമ്പനിക്ക് വേണ്ടി പണിയെടുക്കും. അതാണ് ഇവരുടെ കൾച്ചർ. ഇപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ നിർത്തി പോവാന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്ത എംപ്ലോയർ എന്താ പറയാ ചിന്തിക്കുമോ, ഇവൻ അവിടെ നിന്ന് ഓടിയൊന്നല്ല, ഇവൻ ഇവിടെ നിന്നിട്ട് പോവുക, ആ ഒരു ചിന്ത. പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ ഇപ്പോഴത്തെ എംപ്ലോയർ വല്ല കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ എന്താ പറയാ അടുത്ത 5 കൊല്ലത്തേക്ക് ബാൻ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ വെയിറ്റ് ചെയ്തിട്ട് വരിക. എന്തെങ്കിലും കിട്ടിയ പണിക്ക് വരാണ്ട് വെയിറ്റ് ചെയ്തിട്ട്, ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മാനുഫാക്ചറിങ് ഓക്കെയാണ്, വലിയ സീനില്ല. ഫുഡ് പ്രോസസ്സിങ് ഓക്കെയാണ്. പിന്നെന്താണ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ പോയിട്ട് ചെയ്യുന്ന, അതായത് വലിയ ട്രാവൽ ഇല്ലാത്തതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഇപ്പോൾ ഈ മാനുഫാക്ചറിങ്ങിലുള്ളവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, ഈവൻ ഇത്ര ടൈം കൊടുത്തിട്ടും മേ ബി നമുക്ക് ഈ 8 to 5 മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അതൊരു കാര്യം. സോ അത്രയൊക്കെയാണ് ഞാൻ പറയാണ്ട് ഉദ്ദേശിച്ചത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി അടുത്ത വ്ളോഗ് ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യാം, എഴുതി വെച്ചിട്ട് ആലോചിച്ചെടുത്തിട്ട്. സോ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഞാൻ ചെറുതായിട്ട് N3 പാസ്സായിരുന്നു കേട്ടോ. എക്സാം പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു, N3 കിട്ടി. ഇനിയിപ്പോൾ വേണമെങ്കിൽ എൻ്റെ ഡിഗ്രിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വൈറ്റ് കോളർ ജോബൊക്കെ നോക്കാം. പക്ഷേ എനിക്ക് ഒന്നാമത് വൈറ്റ് കോളർ ജോബിനോട് താല്പര്യം ഇല്ല, പിന്നെ ഇപ്പോഴത്തെ വിസ വെച്ചൊന്നും നടക്കത്തുമില്ല. പക്ഷേ N3 കിട്ടിയില്ല, ഭയങ്കര സന്തോഷമായി. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് അതായത് N4 ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് വേണമെന്ന് വിചാരിച്ച് ഞാൻ വാശിക്ക് പഠിച്ചായിരുന്നു. പക്ഷെ N3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പോഴത്തെ എൻ്റെ വർക്ക് വെച്ച് എനിക്ക് ബുക്കൊക്കെ മേടിച്ചു ഒരു ആവേശത്തിന് പോയിട്ട് 10,3600 എന്നെ കൊടുത്തിട്ട്, അതിൽ തുറന്നു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലിസണിങ് ഞാൻ ഡെയിലി കേൾക്കുമായിരുന്നു കേട്ടോ. ഇത്ര നേരം ട്രാവൽ ഉള്ളതുകൊണ്ട് ഡെയിലി രാവിലെ വൈകിട്ട് വരണം ലിസണിങ് കേൾക്കുമായിരുന്നു. ലിസണിങ്ങിൽ ഫുള്ള് കിട്ടിയിട്ടാണ് 60. നിങ്ങൾക്കറിയായിരിക്കും 180 ടോട്ടല്. N3 ആകുമ്പോൾ 95 മാർക്കാണ് വേണ്ടത് പാസ്സാവാൻ. അതിൽ 60 ലിസണിങ്, ഗ്രാമർ, പിന്നെ വൊക്കാബുലറി. ഗ്രാമറിൽ കാഞ്ചിയും വരും. സോ ഓരോന്നിലും 60 മിനിമം 19 പോയിന്റ് എടുക്കണം. 19 പിന്നെ ഓവറോൾ 95 എടുത്താലാണ് പാസ്സാവുക. അതിൽ 60 ലിസണിങ്ങിൽ ഫുള്ള് കിട്ടി. മറ്റേതിൽ 2 22, 23 ജസ്റ്റ് പാസ്സുള്ളൂ. ഈ ലിസണിങ്ങിലാണ് രക്ഷപ്പെട്ടത് എന്തായാലും. പക്ഷേ എനിക്ക് മാർക്കൊന്നും വിഷയമല്ല, സർട്ടിഫിക്കറ്റ് മാത്രം മതി, N3 ഉണ്ടായാൽ മതി. അത് N3 ഇതൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത്ര തന്നെ. അല്ലാണ്ട് ഇത് വെച്ചിട്ട് ഇനി പക്ഷെ N3 ഒരു ഉപകാരം, ഇപ്പം ഞാൻ എൻ്റെ N3 എൻ്റെ കമ്പനി കൊടുക്കുകയാണെങ്കിൽ ഈ ഫോറിനേഴ്സ് ലാംഗ്വേജ് ഉള്ളവർക്ക് ഒരു എൻ്റെ കമ്പനി ആണെങ്കിൽ ഒരു മാനങ്ങാണ്ട് കിട്ടും, അതായത് 10,000 എന്നെങ്ങാണ്ട് കിട്ടും കൂടുതൽ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഇവിടെ സംസാരിക്കുന്നതൊക്കെ ബിലോ ബേസിക് ജാപ്പനീസ് ആണ് കേട്ടോ. ഞാൻ അത്രയ്ക്കും സംസാരിക്കാറില്ല, അതാണ് സേഫ്. കൂടുതൽ അറിയും തോറും നമ്മൾ കൂടുതൽ പണി കിട്ടിക്കൊണ്ടിരിക്കും, കുറേ പണി ചെയ്യേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് എന്താ പറയുക, കുറച്ചാണ് അറിയുന്നതെങ്കിൽ അധികം ഒന്നും പറയാൻ വരില്ല. വേറൊരു സംഭവം ഉണ്ടായിട്ടാ, വന്നിട്ടൊരു 3 മാസം, വന്നൊരു 3-4 മാസം ഉണ്ടായ സംഭവം. എനിക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ. അതും ഒരു ഉപകാരം ഇല്ലാണ്ട് പോകണം. ആ സമയത്ത് വിന്ററും കൂടി ആയിരുന്നേ. ഞാൻ സാധാരണ എന്താ വെച്ചാൽ 6 മണിക്ക് കയറി കഴിഞ്ഞാൽ കാറിൽ കിടന്ന് ഉറങ്ങും. 6:15 കാറിൽ കിടന്നുറങ്ങി അവിടെ എത്താറുമ്പോഴേക്കും എണീക്കുന്നത്. ചിലപ്പോൾ അവിടെ എത്തിയിട്ട് അവരൊക്കെ ആയിരിക്കും എന്നെ വിളിച്ചടിപ്പിക്കുന്നത്. സോ എൻ്റെ ആശയം ഒട്ടും താല്പര്യമില്ല കേട്ടാ. ഒട്ടും താല്പര്യമില്ലാണ്ട് പുള്ളി എപ്പോഴും നോക്കും. എന്നിട്ട് ഒരു ദിവസം ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പിടിച്ച് കൊടയണം, ഈ ഉറക്കം നിർത്തിക്കണം. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു വെള്ളിത്തരം എന്തോ കാണിച്ചു, പുള്ളി നൈസായിട്ട് വലിച്ചു കയറി ഒട്ടിച്ചു തന്നെ. ആ ദിവസം എന്താ പറയുക, നീ എന്താ പണിക്ക് പോകുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കണേ, തേങ്ങ വാങ്ങുക, എന്താ ഞങ്ങൾ മാത്രം വണ്ടി ഓടിക്കണം, നീ സുഖമായിട്ട് കിടന്നുറങ്ങുക, തേങ്ങ വാങ്ങുക, ഇനി തൊട്ട് ഉറങ്ങണ്ട, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളി നോക്കും കേട്ടോ, ഇങ്ങനെ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും. ഞാൻ ബാക്കിലിരിക്കണ ദിവസമൊക്കെ ആണെങ്കിൽ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും, ഉറങ്ങുന്നുണ്ടോ. പണിക്ക് പോകുമ്പോൾ ഉറങ്ങുന്നത് എന്തോ വലിയ അപരാധമാണ്. പക്ഷെ പണി കഴിഞ്ഞ് പോകുമ്പോൾ ഉറങ്ങിക്കോ, നീ പണിയെടുത്ത് ക്ഷീണിച്ചതിൻ്റെ ചിഹ്നമാണ്. അതും ഒരു പഴയ ചിന്തഗതിയാണ് കേട്ടോ. സോ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത്, ഈ കമ്പനിയിൽ ഒരു ഇന്തോനേഷ്യക്കാരനുണ്ട്, അല്ല വിയറ്റ്നാംകാരൻ, 7 കൊല്ലമായിട്ടാണ്. TATP കഴിഞ്ഞ SSW കഴിഞ്ഞ പുള്ളിയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, വണ്ടി ഓടിക്കുന്നതിന് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല, ഈ 8 to 5 ഉള്ളൂ. ഇവർക്ക് ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഉണ്ട്, ട്രക്ക് ഓടിക്കും, ലോഡ് എടുക്കാൻ പോകും, ഇതൊക്കെ അവർ ചെയ്തു. പക്ഷേ 8 to 5 ആണ് ഇവർക്ക് പൈസ ഉള്ളൂ. അതിൻ്റെ ഒരു ഇതായാലും പുള്ളിക്കാരൻ എന്നോട് കാണിച്ചു. അതുകൊണ്ട് ഇപ്പം ഞാൻ
പക്ഷെ വണ്ടിക്കകത്ത് കയറി ഞാൻ എന്തായാലും ഉറങ്ങിപ്പോവും. എന്നാലും ഞാൻ ഉറങ്ങണം തോന്നി ഉറങ്ങും കേട്ടോ. ഞാൻ നൈസായിട്ട് അനിമ ഉണക്കി വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങും. പുള്ളി അവിടെ നോക്കിയാലും ഇവിടെ അനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കാണുമെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഉറങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ ഉറങ്ങും, പോകാൻ പറ. സോ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. പക്ഷെ എല്ലാവരും നല്ലവരാണ് കേട്ടോ. ജസ്റ്റ് ഈ വർക്കിന്റെ ഫ്രസ്ട്രേഷൻ ഒക്കെ നമ്മളോട് കാണിക്കുന്നേ ഉള്ളൂ. മേ ബി ഇവർ ഒരിക്കലും പ്രിപ്പയർഡ് അല്ല ഇതുവരെ. മൾട്ടി കൾച്ചറലിസം, ഫോറിൻ മാൻ പവറോടെ വരുന്നതിന് ഇവർ ഒരിക്കലും അറിയാലോ. ഇവർ ഓൾറെഡി ഭയങ്കര നാരോ മൈൻഡഡ് ആണ് ഇവരുടെ കൾച്ചർ, ഇവരുടെ ആൾക്കാർ അങ്ങനെ. പക്ഷെ നല്ലവരുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ കമ്പനിയിലൊക്കെ നല്ലവരുണ്ട്, നല്ല കമ്പനി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ കമ്പനിയിലൊക്കെ ആണെങ്കിൽ എനിക്ക് അവർക്ക് ഈ 8 to 5 അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് പോകുന്നവരുള്ള ബന്ധമുള്ളൂ. അതിൽ കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. പുറത്ത് ഇങ്ങനെ കറങ്ങാൻ പോകും, അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല. അത് ഒരു കണക്കിന് നല്ലത്, അതാണ് സേഫ്. അപ്പോൾ ഞാൻ എവിടെ നമ്മൾ പറഞ്ഞു തുടങ്ങിയെന്ന് വെച്ചാൽ ഇതാണ്, ഞാൻ ബിലോ ആവറേജ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ആട്ട് മേടിക്കുന്ന സമയമുള്ള അവിടേക്കാണ് ഞാൻ പറയാൻ വന്നത്. അന്ന് വലിച്ചേരി ഒട്ടിച്ചെന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വള്ളിയൊക്കെ കാണിച്ച് നല്ല ആട്ടാട്ടുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, ഓക്കെ മിസ്റ്റേക്ക് മനസ്സിലായി, അത് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ കാര്യം എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാണ്ടൊക്കെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയും. എന്നിട്ട് അവരുടെ നാണം വന്നിട്ട് പോകും, ഇവനെ കാട്ടിയുടെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ബിലോ ഒരു N5 ലെവൽ ജാപ്പനീസ് ഒക്കെയാണ് ഞാൻ, അച്ചടി ഭാഷയൊക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഏറ്റവും സേഫ്. അപ്പൊ പിന്നെ അധികം സംസാരിക്കേണ്ടി വരില്ല അല്ലേ. പോവാൻ നമ്മളെ പണി ചെയ്യുക, 8 മണിക്കൂർ നമ്മുടെ പണി വൃത്തിയായിട്ട് ചെയ്യുക, വരിക, അത്രേ ഉള്ളൂ. കാരണം ഇവരുടെ ഇതിൽ ആത്മാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ വരിക, പണിയെടുക്കുക, എൻജോയ് ചെയ്ത് പണിയെടുക്കുന്നില്ല, കഷ്ടപ്പെട്ട് പണിയെടുക്കുക അല്ലേ. ഭയങ്കര എക്സ്പ്രസ് ചെയ്ത് ഭയങ്കര കഷ്ടപ്പെട്ട് പണിയെടുക്കുക, തിരിച്ചു വരിക, കമ്പനിയിൽ കുറച്ച് നേരം ചുറ്റിപ്പറ്റി നിൽക്കുക, കഥ പറഞ്ഞ് നിൽക്കുക. ഇതൊക്കെയാണ് ഇവരുടെ വർക്ക് കൾച്ചർ. നാളത്തെ കാര്യങ്ങൾ നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഇപ്പം തന്നെ പ്ലാൻ ചെയ്യുക. സോ അതൊക്കെയാണ് ഇവിടുത്തെ കൾച്ചർ. സോ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.